എലപ്പുള്ളി മദ്യനിർമ്മാണ ഫാക്ടറി വിഷയത്തിൽ ഓരോരുത്തരുടെയും ബാലിശമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ലെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ്. സർക്കാർ അംഗീകരിച്ച മദ്യനയമാണ് എലപ്പുള്ളിയിൽ നടപ്പാക്കുന്നത്. ഇക്കാര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബാലിശമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ലെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. കണ്ണൂർ പയ്യാമ്പലം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവരുടെയും ബാലിശമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ല. തൊഴിലവസരങ്ങൾ കൂടി മുന്നിൽ കണ്ടാണ് ബ്രൂവറി പദ്ധതിക്ക് അനുമതി നൽകിയതെന്ന് മന്ത്രി പറഞ്ഞു. അംഗീകരിച്ച മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അംഗീകരിച്ച മദ്യനയം നടപ്പാക്കാനുള്ള ചുമതലയും അവകാശവും ഗവൺമെൻറ്റിനുണ്ട്. അത് പലതവണ വ്യക്തമാക്കിയതാണ്. ഒറ്റ കാര്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കേരളത്തിന് ലഭിക്കേണ്ട വരുമാനം, ഇവിടെ വരേണ്ട നിക്ഷേപം, ഇവിടെ ഉണ്ടാവേണ്ട തൊഴിലവസരം, ആ കാര്യം മുൻനിർത്തിയാണ് സർക്കാർ മദ്യനയം ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിയെന്നില്ല. അപ്പോൾ ഇന്നലെ അവിടെ വന്ന ചിലർ നിക്ഷേപം നടത്താൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കേരളത്തിൽ പുതിയ തൊഴിലവസരവും നിക്ഷേപവും വരണം. അതിനുള്ള ഒരു സാധ്യത എന്ന നിലയിലാണ് സർക്കാർ ഇതിനെ കാണുന്നത്. അത്രയേ ഉള്ളൂ. PM ശ്രീയിൽ സംസ്ഥാന സർക്കാർ പങ്കാളികളായതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾ ഒരിക്കൽ പോലും കേൾക്കാൻ തയ്യാറാകാത്ത മന്ത്രിക്ക് ബ്രൂവറി വരുന്നതിൽ എലപ്പുള്ളിക്കാർക്ക് ആശങ്കയില്ലെന്ന് എങ്ങനെ പറയാനാകുമെന്നായിരുന്നു എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ചോദിച്ചത്. പഞ്ചായത്ത് പരമാധികാര റിപ്പബ്ലിക്കല്ലെന്ന മന്ത്രിയുടെ വിമർശനത്തിന് മറുപടി നൽകുകയായിരുന്നു രേവതി ബാബു. പയാസിസ് പ്രശ്നങ്ങൾ ഇല്ലാത്ത കമ്പനിയെങ്കിൽ ബ്രൂവറി മന്ത്രിയുടെ മണ്ഡലമായ തൃത്താലയിൽ സ്ഥാപിക്കണമെന്നും പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരുന്നു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.